സ്വാഭാവികമായി ഭൂമിയുടെ ഒരു സാധൂകരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വനം റവന്യൂ വകുപ്പ് സംയുക്തമായി പരിശോധന നടത്തിയിട്ടാണ് ജനറേറ്റ് തിരുത്തൽ. ആ ജണ്ടയ്ക്കുള്ളിൽ 1 സെൻറ്റ് ഭൂമിയെങ്കിലും ആരെങ്കിലും അനധികൃതമായി കയ്യേറിയിട്ടുണ്ടെങ്കിൽ അത് സർക്കാർ നിഷിദ്ധമാണ്, അത് വീണ്ടെടുക്കണം. എന്നാൽ അതിൻ്റെ പേരിൽ നിരപരാധികളായ ആളുകളെ ക്രൂശിക്കാൻ പാടില്ല. പതിറ്റാണ്ടുകളായി താമസിക്കുന്നവരും പട്ടയം കൈവശമുള്ളവരും അത്തരം ആളുകളുണ്ടെങ്കിൽ അവരുടെ നിജസ്ഥിതി പരിശോധിച്ച് നിലപാടെടുക്കാൻ പാടുള്ളൂ. റവന്യൂ ഉദ്യോഗസ്ഥരുടെ ഒരു പങ്ക് ഇത്തരം സ്ഥലങ്ങൾ കാര്യങ്ങൾക്കകത്ത് ഞങ്ങളിപ്പോൾ കണ്ടിട്ടുള്ളൊരു കാര്യം, നമ്മുടെ ജില്ലയിലെ എല്ലാ കയ്യേറ്റങ്ങളെയും സാധൂകരിക്കുന്ന ചെപ്പടി വിദ്യ നമ്മുടെ ജില്ലയിലെ റവന്യൂ ഉദ്യോഗസ്ഥന്മാർക്കറിയാം. അവരനധികൃതമായ കയ്യേറ്റത്തിന് ഒത്താശ ചെയ്ത് കൊടുക്കും. ആ ഒത്താശ ചെയ്ത് കൊടുക്കുന്നതിൻ്റെ ഭാഗമായി അത്തരം മേഖലയിൽ അന്വേഷണം വരും, നടപടി വരും. അപ്പോൾ ആ നടപടി വരുമ്പോൾ എന്തു ചെയ്യും? അവരെ രക്ഷിക്കാൻ വേണ്ടി ഒരു പ്രദേശം മുഴുവനായി നടപടിയിലേക്ക്. അതാണിപ്പോൾ പരുന്തും പാറയും വന്ന് കാണാറുള്ളത്. ചൊക്രമുടിയിൽ ഇപ്പോൾ ഇന്നലെ പട്ടയം റദ്ദാക്കിയിട്ടുണ്ട്. അവിടെ ഈ ഇതിനെ ഒത്താശ ചെയ്ത ഉദ്യോഗസ്ഥർക്കെതിരെ ഒരു സസ്പെൻഷൻ നടപടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ള ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുകയാണ് ഈ ജോയിൻറ്റ് കൗൺസിൽ, പ്രത്യേകിച്ച് ഇടതും CPIയുടെ സർവീസ് സംഘടനയാണ്. ഈ ജോയിൻറ്റ് കൗൺസിലുമായി ബന്ധപ്പെട്ട് ഇതിനു മുമ്പും എം മണി അടക്കമുള്ളവർ ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ട്. ആ ആക്ഷേപം ഇപ്പോഴും നിലനിൽക്കുന്നു. ഞങ്ങൾ ഏതെങ്കിലും ഒരു സംഘടനയാണ് ഉത്തരവാദികളെന്ന് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇപ്പം ചൊക്രമുടി ഞാൻ പോയതാണ്, ഞാനും വന്നിട്ടുണ്ടാവും. അവിടെ ടാറിട്ട റോഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആദിവാസി കോളനിയുടെ ഭൂമിയാണ് കയ്യേറി. JCB വന്ന് പണിതിട്ടുണ്ട്. വലിയ തരത്തിലുള്ള മരങ്ങൾ അവിടുന്ന് പിഴുതുമാറ്റി JCB വിട്ടിട്ടുണ്ട്. അപ്പോൾ അത്തരമെല്ലാം നടപടി നടത്തുന്നതിന് വേണ്ടി നിലപാട് സ്വീകരിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ ഇന്നൊരാളെ സസ്പെൻഡ് ചെയ്താൽ പോരെ, 1-2 പേരിലല്ല. ഇതൊരു ശൃംഖലയുണ്ട്. ഇടുക്കി ജില്ലയിൽ റവന്യൂ വകുപ്പിനകത്ത് ഒരു ശൃംഖല പ്രവർത്തിക്കുന്നുണ്ട്. അതാരാണെന്ന് റവന്യൂ വകുപ്പ് ഗൗരവമായി പരിശോധിക്കണം, കണ്ടെത്തണം. കാരണം ഏത് പ്രദേശത്തും കയ്യേറ്റം. ഇപ്പോൾ ചൊക്രമുടി വന്നപ്പോൾ ആദ്യം ആരെയാണ് പിടിക്കാൻ പോയത്? അതിനെ ചുറ്റും കിടക്കുന്ന പതിറ്റാണ്ടുകളായി ഏലകൃഷി ചെയ്യുന്ന ആളുകളെയാണ് ആദ്യമായി ഒരു നോട്ടീസ് കൊടുത്തത്. ഇവിടെ അതിന് സമാനമായ സമീപനമാണ് സ്വീകരിച്ചത്. ഇപ്പോൾ വന്നിപ്പോൾ ഞങ്ങളെല്ലാവരും ഇവിടെ വന്ന് പരിശോധിച്ചപ്പോൾ പതിറ്റാണ്ടുകളായി കൈവശമുള്ളവർ, തലമുറകളായി ജില്ലാ സെക്രട്ടറി വർഗീസാണ് ഇപ്പോൾ ഈ സംബന്ധിച്ചുള്ള പ്രസ്താവനകൾ നടത്തുന്നത്.